ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ മന്ത്രി എം പി രാജേഷ് അങ്ങ് ഇതിനെല്ലാം സാക്ഷിയാണല്ലോ. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോണ്ട. ഞാൻ വളരെ മിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇവിടെ കേരളം ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്നേ പറഞ്ഞുള്ളൂ. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനെയൊന്നും അങ്ങ് കാണണ്ട. അങ്ങ് ഏറ്റുമുട്ടാൻ ഉറച്ചിട്ടാണെങ്കിൽ ഞാൻ അതിന് തൽക്കാലമില്ല. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പക്ഷെ വസ്തുത പറയേണ്ടി വരുമല്ലോ, അത്രയേ ഉള്ളൂ. വസ്തുത പറയേണ്ടി വരും. ഞാനിവിടെ നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്ന് പലരും സംസാരിച്ചത് വളരെ കാര്യഗൗരവത്തോടെയാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾ മാത്രമല്ല, പലരും അങ്ങനെ ഇപ്പുറത്തുനിന്നും അതെ അങ്ങനെയാണ് സംസാരിച്ചത്. ആ സ്പിരിറ്റാണ് നമുക്ക് നിലനിർത്തേണ്ടത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് വരുമ്പോൾ കണക്കും വസ്തുതയൊക്കെ പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. സർ, ഇവിടെ വന്നൊരു വിമർശനം എൻഫോഴ്സ്മെന്റിനെ കുറിച്ചാണ്. അത് ഞാൻ പറയാം. അതിനുശേഷം മറ്റ് എന്ത് ചെയ്തു ഈ ക്യാമ്പയിനിൽ എന്ന കാര്യത്തിലേക്കും വരാം. എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായി. അത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വസ്തുത. ഇപ്പോ സ്കൂൾ പരിസരങ്ങളിലെ പരിശോധന 2023 10,761 2024 32,846 പരിശോധനകളാണ്. 3 ഇരട്ടിയായിട്ട് ഒരു വർഷത്തിനിടയിൽ പരിശോധന വർദ്ധിച്ചു. അതിനു പുറമെ സർക്കാർ കേസുകളുടെ കാര്യം എടുക്കാം. പാർലമെന്റ് കൊടുത്ത മറുപടിയുണ്ട്. അത് ആധികാരികമായിട്ടുള്ള മറുപടിയാണല്ലോ. കേസുകളുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മൂല്യം വളരെ കുറവാണ് കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിന്റെ. പക്ഷേ കേസിന്റെ എണ്ണവും അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പൊ പാർലമെന്റിൽ ഈ ഫെബ്രുവരി 5 കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് മറുപടി പറയുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.